ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. വടകര മണ്ഡലം ഭൂമിശാസ്ത്രപരമായി സമ്പന്നമാണെന്ന് വടകര മണ്ഡലം NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണൻ. എന്നാൽ തീരദേശ മേഖലയോട് വലിയ അവഗണനയാണ് കേരളം കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തലശ്ശേരി പ്രസ് ഫോറം സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1300 കോടി രൂപയാണ് മത്സ്യസമ്പദ യോജനയിൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് അനുവദിച്ചത്. എന്നാൽ ഇതിൽ 700 കോടി ചെലവഴിക്കാതെ ലാപ്സാവുകയാണെന്ന് പ്രഫുൽ കൃഷ്ണൻ പറഞ്ഞു. കടലാക്രമണ ഭീതിയുള്ള ഒട്ടനേകം കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള എന്ത് നീക്കങ്ങളുണ്ട്? ഒന്നുമില്ല. കാരണം ഭിത്തിയുടെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. പുലിമുട്ടുകൾ വേണം, വടകരയും പയ്യോളിയും ഹാർബറുകൾ വേണം. അപ്പൊ ഇതൊക്കെ തന്നെ കടലാസുകളിൽ ഒതുങ്ങുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ മേശപ്പുറത്തു നിന്ന് കടലാസുകൾ നീങ്ങുന്നില്ല, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഒറ്റ കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, 1300 കോടി രൂപയാണ് മത്സ്യസമ്പദ യോജനയ്ക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിന് കൊടുത്തത്. അതിൽ 700 കോടി രൂപയും ചെലവാക്കാതെ ലാപ്സാക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടുത്തെ തീരദേശ മേഖലയ്ക്ക് വേണ്ടി ചെലവാക്കേണ്ട പൈസയാണ് 700 കോടിയാണ് സംസ്ഥാന സർക്കാർ ലാപ്സാക്കുന്നത്. 100 ബോട്ടുകളാണ്, 1,20,00,000 രൂപയുടെ 100 ബോട്ടുകളാണ് കേരളത്തിന് കൊടുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. അതിൽ സംസ്ഥാന വിഹിതം 12 ലക്ഷം രൂപയാണ്. ആ പൈസ കൊടുക്കാനില്ലാത്തത് കൊണ്ട് 80 ബോട്ടുകൾ സംസ്ഥാന സർക്കാർ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ മത്സ്യമേഖലയോട് തികഞ്ഞ അവഗണന. പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ, സെക്രട്ടറി അനീഷ് പാതിരിയാട്, N സിറാജുദ്ദീൻ, നേതാക്കളായ K ലിജേഷ്, K അജേഷ്, K അനിൽകുമാർ എന്നിവർ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.